ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. സ്നേഹമുള്ള കുടുംബാംഗങ്ങളെ, എന്നാലും ഒന്ന് സെപ്പറേറ്റ് വിളിച്ചേക്കാം. വൈദികരെയും സിസ്റ്റർമാരെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും ചെറുതും വലുതും പുതിയതും പഴയതും എല്ലാ കുടുംബാംഗങ്ങളെയും ഓർക്കുന്നു കേട്ടോ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഞാനൊരു യാത്രയിലാണ്. നമുക്കൊരു ഡീക്കന്മാരുടെ ധ്യാനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു യാത്രയിലായിരിക്കും കാണുമ്പോൾ കേട്ടോ. നാളെ മുതലാണ് ഡീക്കന്മാരുടെ ധ്യാനം ആരംഭിക്കുന്നത്. നിങ്ങൾ നന്നായി പ്രാർത്ഥിക്കണം കേട്ടോ. ഈ നാളുകളൊക്കെ കുറച്ച് പ്രാർത്ഥനയും മറ്റു കാര്യങ്ങളൊക്കെ ആയിരുന്നു. വീണ്ടും ധ്യാന ശുശ്രൂഷകളിലാണ്. പ്രത്യേകം പ്രാർത്ഥിക്കണം. ഒറ്റയ്ക്ക് വിടരുത്, ചതിക്കരുത് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഇന്നെന്തായാലും നമ്മൾ ശുശ്രൂഷയിൽ നമ്മുടെ ഏകോദര സഹോദരങ്ങളായ മിനിസ്റ്റേഴ്സിന് വേണ്ടി ശുശ്രൂഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വീഡിയോ അനേകം പേർക്ക് അയച്ചു കൊടുക്കുന്നവര്, പിന്നെ പല പല ഗ്രൂപ്പുകൾ ഷെയർ ചെയ്യുന്നവർ, അങ്ങനെ എല്ലാ തരത്തിലും വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നവർ നിങ്ങൾ അതിനകത്ത് വിടും. ആർക്കെങ്കിലും അയച്ചു കൊടുക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു ഇവാഞ്ചലൈസേഷൻ ശുശ്രൂഷ തുടങ്ങണം കേട്ടോ. അത് ആദ്യമൊക്കെ അയച്ചു കൊടുക്കുമ്പോൾ ഇങ്ങനെ തിരിച്ചടിക്കും, മേലെ പോസ്റ്റ് ചെയ്യുന്നൊക്കെ പറയും. ഇച്ചിരി കഴിയുമ്പോൾ അവർക്കൊരു ആവശ്യം വരും. അപ്പോൾ ദൈവം ഇടപെട്ടോളൂ കേട്ടോ. അപ്പോൾ അവരിങ്ങോട്ട് ചോദിക്കുകയൊക്കെ ചെയ്യും. അല്ലെങ്കിൽ അവർ സാക്ഷ്യം പറഞ്ഞ് നിങ്ങൾ കേൾക്കും കുറച്ച് കഴിയുമ്പോൾ. അങ്ങനെയുള്ള ഞാൻ നിങ്ങളെ കർത്താവ് നിങ്ങളെ അഭിനന്ദിക്കണം. അതുപോലെ നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തൊക്കെ പറഞ്ഞാലും ഒരു 10 മിനിറ്റ് കളയണം, 5 മിനിറ്റ് കളയുന്നത് ഡൗൺലോഡ് ചെയ്ത് എടുത്ത് അയക്കേണ്ട ആൾക്കാർക്ക്. അപ്പോൾ അത് വലിയൊരു കരുണയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ സമയം തെറ്റാതെ നിങ്ങൾ അയക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനത്തെയുള്ള നമ്മുടെ എല്ലാ ശുശ്രൂഷകർക്കും വേണ്ടിയിട്ട്, ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ വീഡിയോ കേൾക്കുന്ന ലക്ഷങ്ങൾ ശുശ്രൂഷകരാണ്, എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ്. നന്മ ചൊല്ലി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയാമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് നിങ്ങൾ ഒരുങ്ങിയിരിക്കുകയാണോ എന്നുള്ളതാണ് ചോദ്യം. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിന്റെ 17-ാം തിരുവചനം, ബുക്ക് ഓഫ് സിറാഖ് ചാപ്റ്റർ 2:17. നല്ലൊരു വചനമാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, പള്ളിയിൽ പോകാനൊക്കെ പിള്ളേർ നേരിടും. ആദ്യ കുർബാനയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ പിള്ളേർക്ക് പിറ്റേ ദിവസം പള്ളിയിൽ പോകാൻ ഭയങ്കര വേഗം ഒരുങ്ങിയിരിക്കും, കാരണം കുർബാന സ്വീകരിക്കാൻ ആഗ്രഹം എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഞാൻ ചില പ്രായമുള്ള അപ്പച്ചന്മാര്, അമ്മച്ചിമാര്, നല്ല കൃപയുള്ള ചില വൈദികര്, സിസ്റ്റർമാരൊക്കെ കണ്ടിട്ടുണ്ട്. അവർ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഞാനെല്ലാം ഒരുങ്ങിയിരിക്കുകയാണ് അച്ഛാ, ഈശോ വന്നാൽ മതി, ഒരുങ്ങിയിരിക്കുകയാണ്. അപ്പൊ അതാണ് വിഷയം. നിങ്ങൾ ഒരുങ്ങിയിരിക്കുകയാണോ ഇല്ലയോ എന്നുള്ളതാണ് വിഷയം. കഴിഞ്ഞതിന് മുമ്പത്തെ ദിവസം ഒരു ആ എപ്പിസോഡ് നിങ്ങൾ കണ്ടില്ലായിരുന്നു, നമ്മുടെ ഒരു സ്റ്റുഡിയോയുടെ എഫക്റ്റ് ഉള്ള ഒരെണ്ണം അല്ലേ, മിനിങ്ങാന്നത് അല്ലേ. അതന്നെ, അതിനകത്ത് പിന്നെ ജന്മദിനത്തെക്കാൾ മരണദിനം നല്ലതെന്ന് പറഞ്ഞ പോലെ ഇവിടെ പറയാണ്, കർത്താവിനെ ഭയപ്പെടുന്നവൻ ഹൃദയം ഒരുക്കി വയ്ക്കും, അവിടുത്തെ മുമ്പിൽ വിനീതനായിരിക്കുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഒരു വ്യക്തി കർത്താവിനെ ഭയപ്പെടുന്നുണ്ടോ എന്നറിയാനുള്ള ഒരു തെളിവ്, എപ്പോഴും മരണത്തിന് റെഡിയായിരിക്കും. എപ്പോൾ കർത്താവ് വന്നാലും റെഡി, പാസ്പോർട്ട് റെഡി, വിസ വന്നാലും മതി എന്ന് പറയുന്ന പോലത്തെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനാണ്. തമാശക്കായിട്ട് ആൾക്കാർ പറയുന്ന പോലെ, ഈ വിസ വന്നാൽ മതി എന്നൊക്കെ പറയുന്ന പോലെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഒരു കാര്യം ഉറപ്പാണ്, ശരിക്കും ദൈവഭയം ഉണ്ടെങ്കിൽ അതിന്റെ ഒരു തെളിവെന്ന് പറയുന്നത് കൊല്ലം ഒരുങ്ങിയിരിക്കുക. ആ ഭോഷണായ തന്നെ ഇതിന് കാര്യം ചിന്തിച്ചു പോകാൻ ഒരു ഒരുക്കമില്ല. നീ തിന്നു കുടിച്ച് ആഹ്ലാദിക്കും, ദിവസങ്ങൾ ഇഷ്ടംപോലെ കിടക്കുമല്ലേ. ഭോഷ, ഇന്ന് രാത്രി നിന്റെ ആത്മാവിനെ വിളിച്ചാൽ എന്താകും സ്ഥിതി എന്നുള്ളതാണ് മറുചോദ്യം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹൃദയം എപ്പോഴും ഒരുക്കുക. ഇത് പറഞ്ഞു കഴിഞ്ഞാല്, അതുകൊണ്ടാണ് ഇപ്പൊ ഈ സെമിനാരി വിദ്യാർത്ഥികൾ, സിസ്റ്റേഴ്സിനെയൊക്കെ പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. പിന്നെ ഉച്ചയ്ക്ക് ഒരു ആത്മശോധന, വൈകുന്നേരം കിടക്കുന്നതിന് മുമ്പ് ഒരു ആത്മശോധന അല്ലേ എന്ന് പറയുന്ന പോലെ, നിങ്ങൾ വൈകുന്നേരം കിടക്കാൻ പോകുന്നതിന് അന്നത്തെ ദിവസം വന്നിരിക്കുന്ന വീഴ്ചകളൊക്കെ ഓർന്ന് ആലോചിപ്പിച്ച് കുമ്പസാരിക്കാൻ വേണ്ടി മനസ്സുകൊണ്ടൊന്ന് ഒരുങ്ങി അല്ലേ, ആ കുമ്പസാരത്തിന്റെ ജപമൊക്കെ വേണമെങ്കിൽ ഒന്ന് ചെല്ലി, ഒരു മനസ്സാപരണമൊക്കെ ചെല്ലേ, എന്നിട്ട് കിടന്നുറങ്ങിയതിന് ശേഷം 2 ദിവസം കഴിയുമ്പോഴത്തേക്കും അനിതാവും പുറത്തേക്ക് പോയി കുമ്പസാരിക്കും. നമ്മൾ എപ്പോഴും ഒരുങ്ങി റെഡിയായിട്ട് അങ്ങ് ഇരിക്കുകയല്ലേ. ഒത്തിരിപ്പ് കടമുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് തീർത്ത് അല്ലേ, അല്ലെങ്കിൽ ചില തിരിച്ചു കൊടുക്കാനൊക്കെ തിരിച്ചു കൊടുത്ത്, ഇളച്ചു കൊടുക്കാനുള്ള ഇളച്ചു കൊടുത്ത്, രമ്യതപ്പെടാനുള്ള രമ്യതപ്പെട്ട് അല്ലേ. എന്ത് ചോദിക്കേ, കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്യാതെ പോയ നന്മകളൊക്കെ കൂടുതൽ വീണ്ടും വീണ്ടും ചെയ്യാനായിട്ട്, കഴിഞ്ഞ കാലം വന്നിരിക്കുന്ന പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാനായിട്ട്, ഇതുമാത്രം കാര്യങ്ങൾ ഒരുങ്ങുമായിട്ട്. ശരിയല്ലേ? അപ്പം അതുകൊണ്ട് എൻ്റെ സഹോദരൻ, നമ്മൾ ഒരുങ്ങുകയും വേണം, നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ ഇതേ സമയം ഞാൻ ഒരുങ്ങുകയും ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഒരുക്കുകയും ചെയ്യാം. അപ്പൊ നമുക്കറിയത്തില്ലല്ലോ എപ്പോഴാണ് കാവൽ മാലാഖയുടെ സ്വരം അല്ലെ, മങ്ങിയൊരന്തി വെളിച്ചത്തിൽ എന്നൊക്കെ പറഞ്ഞ പാട്ട് അല്ലേ. അപ്പൊ ഞാൻ ഒരു 5 മിനിറ്റ് ഒരുങ്ങിയിട്ടെന്ന് പറഞ്ഞാൽ രക്ഷയില്ലല്ലോ, ടൈം ഈസ് ഓവർ. ഇത്രയും സമയം ഉണ്ടായിരുന്നല്ലേ അല്ലേ. പരീക്ഷയ്ക്ക് പിള്ളേരെ എഴുതുന്ന കണ്ടിട്ടില്ല, ഒരു 5 മിനിറ്റ് കൂടെ സാറേ, ഒരു മാർഗവും ഇല്ലല്ലോ. 1 മിനിറ്റിന്റെ വില അറിയണമെങ്കിൽ ആരോട് ചോദിക്കാന്ന് അറിയാം, ആംബുലൻസ് ഡ്രൈവറോട് ചോദിച്ചാൽ മതി. ഈ അങ്ങനെ എങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. ചെന്നു
ഡോക്ടർ പറയും 1 മിനിറ്റ് മുമ്പ് എത്തിച്ചേരുന്നെങ്കിൽ നമുക്ക് നോക്കാം. 1 മിനിറ്റിന്റെ വില അറിയാനായിട്ട് ആംബുലൻസുകാരോട് ചോദിക്കും അല്ലേ? അല്ലെ 1 മിനിറ്റിന്റെ വില അറിയാമെങ്കിൽ ട്രെയിൻ നഷ്ടപ്പെട്ട യാത്രക്കാരോട് ചോദിച്ചാൽ മതി. ഡിലേ ആകാനും ഒക്കെ പല കാരണങ്ങളും ഉണ്ടാവും. പക്ഷെ ഇതൊന്നും കാത്തു നിൽക്കുന്ന സംഗതികളല്ലല്ലോ, ശരിയല്ലേ? അതൊന്ന് സീരിയസ് ആണ് നമ്മൾ അല്ലേ, വളരെ സീരിയസ് ആണ്. നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ? ഈശോ അനുഗ്രഹിക്കണം. നമുക്ക് സ്തുതിക്കാം. ഹാലേലുയ ഹാലേലുയ ഹാലേലുയ. ഈശോയെ ഞങ്ങളങ്ങ് ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. കർത്താവായ ദൈവം വലിയ അത്ഭുതകരമായ ദൈവ സാന്നിധ്യം കൊണ്ടും കൃപകൾ കൊണ്ടുമൊക്കെ ഞങ്ങളെ നിറയ്ക്കുന്നതിനോർത്ത് നന്ദി പറയുന്നു. കർത്താവെ, വലിയ സ്നേഹത്തിന്റെ അനുഭവം ഞങ്ങൾക്ക് നൽകണമേ. വലിയ പരിശുദ്ധാത്മാവിന്റെ ചൈതന്യം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ ചെല്ലപ്പെടുന്ന എല്ലാ ദുഷ്ടാരികളും പൈശാചികളും യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിന്റെ ഉള്ളിൽ ഞാട്ടിപ്പായിക്കുന്നു. കർത്താവ്, വലിയ ദൈവകൃപ കൊണ്ട് ഞങ്ങൾ നിറയട്ടെ എന്ന് അപേക്ഷിക്കുന്നു. ഓ കർത്താവ്, വലിയ ദൈവസ്നേഹം കൊണ്ട് ഞങ്ങൾ നിറയട്ടെ. എന്റെ കർത്താവെ, പ്രത്യേകിച്ച് മരണത്തിന് ഒരുക്കാൻ ഒരു കൃപ ഞങ്ങൾക്കുണ്ടാകട്ടെ, ഒരു ബോധം ഉണരട്ടെ. പരിശുദ്ധാത്മാവാണല്ലോ ഒരുക്കുന്നത്. പരിശുദ്ധാത്മ ഞങ്ങൾ ഉച്ചരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പ്രത്യേകിച്ച് ഞങ്ങൾ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ് കർത്താവ്. ഒരുമിച്ച് ഞങ്ങൾ ഉച്ചത്തിൽ സ്തുതിക്കാം. കർത്താവ് ദൈവമേ, ശരിക്കും പറഞ്ഞാൽ ഈ ടോക്ക് കാവൽ മാലാഖമാരെ പോലെ അനേക സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നത് ഈ ടോക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന ഈ വിശുദ്ധാത്മാക്കളാണല്ലോ. കർത്താവ്, ഇവര് വെറും കൈയോടെ ഒന്നും കൊടുക്കാതെ വെറും കൈയോടെ തിരിച്ചു വിടരുത്. എന്റെ ഈശോ, എന്തെങ്കിലും ഗിഫ്റ്റ് ആശീർവാദ സമയത്ത് ഇവർക്ക് കൊടുക്കണമേ. ഇവരുടെ നിയോഗങ്ങളെ ആശീർവദിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവിന് ഒരു ഒറ്റ പ്രാർത്ഥനയുണ്ട്, അത് മുടങ്ങാത്തൊരു പ്രാർത്ഥന. എന്റെ കർത്താവ്, ടോക്കിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുകയും വർക്ക് ചെയ്യുകയും ചെയ്യുന്നവർക്കെല്ലാം എന്റെ അയച്ചു കൊടുക്കുന്ന ജീവന്റെ പുസ്തകത്തിൽ ഇവരുടെ പേരെഴുതണമേ. കർത്താവ്, സ്വർഗത്തിൽ ഇവർക്കെതിരെ എഴുതപ്പെട്ടിരിക്കുന്ന എല്ലാം യേശുവേ അവിടുത്തെ തിരുനത്താണ് മായ്ച്ചു കളയണമേ. കർത്താവെ, വലിയ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവ് ശമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായി എപ്പോഴും എന്നേക്കും. ആമേൻ.